ഫ്രണ്ട്സ്, ഞങ്ങളിപ്പം പട്ടായയിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നമ്മൾ ബോട്ടിലാണ് ഒരു ഭാഗത്തേക്ക് പോകുന്നത്. അത് കഴിഞ്ഞ് തിരിച്ച് അവിടെ നിന്ന് ഫ്ലോട്ടിംഗ് ഏരിയ, വാക്കിംഗ് ഏരിയ വെച്ചിട്ടുണ്ട്. അതിലൂടെ തിരിച്ചു വരും. അപ്പോൾ ഈ പോകുന്ന വഴിയിലെല്ലാം നിറയെ ഷോപ്പുകളും ഫുഡ് ഐറ്റംസും എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ ഫുഡ് ഐറ്റം എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ എൻട്രൻസ് ഏരിയ ആണ് കേട്ടോ ഇത്. ഇവിടെ നിന്നാണ് നമ്മളിനി ബോട്ടിൽ കയറാൻ പോകുന്നത്. ഇതൊരു ആർട്ടിഫിഷ്യൽ ലേക്കാണ് കേട്ടോ. ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ ശരിക്കും ഒറിജിനൽ ലേക്കിൽ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ബാങ്കോക്കിലാണ്. ഇവിടുത്തെ ഇത് ടൂറിസത്തിന് വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഒരാൾക്കിരിക്കാം, ഒരാൾക്കിരിക്കാം. എല്ലാരും കേറേ. നമ്മളങ്ങനെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് പോകാനായി തോണിയിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 2-3 തോണികളിലായിട്ടാണ് ഞങ്ങൾ എല്ലാവരും കയറിയത്. അപ്പം അങ്ങ് ദൂരേക്ക് നമ്മൾ അവിടെ തോണിയിൽ പോയി ഇറങ്ങുക. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നടന്ന് ഇങ്ങോട്ട് വരിക കേട്ടോ. ആ വരുന്ന വഴിയിൽ നമുക്ക് ഷോപ്പിംഗ് ചെയ്യാം, ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഈ പോകുന്ന വഴിയിലെല്ലാം ഓവർ ബ്രിഡ്ജുകളുണ്ട് കേട്ടോ. 2 ഭാഗത്തുള്ള ഷോപ്പുകളെയും തമ്മിൽ കണക്ട് ചെയ്തിട്ട് മരം കൊണ്ടുള്ള പാലങ്ങളുണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്വപ്നം കണ്ടതാണല്ലേ ഇത്. ലേക്ക ജോലി ചെയ്യണം. എല്ലാവരും അങ്ങനെ വരുന്നേ. എന്തോ ബിസിനസ് നടക്കുന്ന സ്ഥലമാണ്. എല്ലാം തോണികൾ വെച്ചിട്ട് അതിലാണ് ബിസിനസ് ചെയ്യുന്നത് ആളുകൾ. ഇവിടെ ഉണ്ട് കേട്ടോ. മറ്റേ എന്താണ് വാഴത്തിന് പേര്? ചക്ക പോലെയുള്ള ദുരിയാൻ ഫ്രൂട്ട്. ദുരിയാൻ ഫ്രൂട്ടിൻ്റെ മണം ഇവിടെയും ഉണ്ട്. ദുരിയാൻ ഫ്രൂട്ട് പക്ഷേ ഇത് ഇവിടുത്തെ ചില ആളുകൾക്ക് ഇഷ്ടമായിരിക്കും കേട്ടോ. അതുകൊണ്ടായിരിക്കും അത് ഇത്രയ്ക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. ഇല്ല, ഒരു പോയിന്റ്. നല്ല മഴ വന്നു ഗൈസ്. അയ്യോ, ഞങ്ങൾക്ക് നനയാണ്. ഞങ്ങൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ കൂടി പോകുമ്പോൾ നല്ല മഴയാണ്. ഹായ് ഗൈസ്. നല്ലൊരു എക്സ്പീരിയൻസ്. അപ്പോൾ ഞങ്ങൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ അവസാനം ഇതിലേക്ക് എത്തി. ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നടന്നു പോകാം. ഫുഡും എല്ലാം ആസ്വദിച്ച് സജിയൊക്കെ ഭയങ്കര ഹാപ്പിയില്ല. മഴ കൊണ്ട് സന്തോഷം നിൽക്കുന്ന ഒരു മുഖഭാവമാണ് കേട്ടോ ഇത്. നല്ല രസമായിരുന്നു. ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ ഒരു അടിപൊളി മഴ. സൂപ്പർ മഴ.
ഇവിടെ ഫുള്ള് ഷോപ്പിംഗ് ഏരിയ ആണ് കേട്ടോ. ഡ്രസ്സിൻ്റെ കോർണർ, ഡ്രസ്സ്, കരകൗശല വസ്തുക്കൾ, അതുപോലെ ആക്സസറീസ്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അടിപൊളി ഷോപ്പിംഗ് ആണ് കേട്ടോ. റീസണബിൾ റേറ്റും തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ വെറൈറ്റി ആയുള്ള ടോപ്പികളും തൊപ്പികളും എല്ലാം ഉണ്ട്. സൂപ്പർ. കുട്ടികൾക്കുള്ള ടോയ്സ്, ഫാൻ കേട്ടോ, പലതരം ഫാന്, നല്ല അടിപൊളി ബാഗുകളൊക്കെ ഉണ്ട്. കുട്ടികൾക്കുള്ള ഡ്രസ് കൗണ്ടറാണിത്. ഇവിടെ നല്ല തിരക്കാണ്. പട്ടായയിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഫേമസ് ആയുള്ളൊരു സംഭവമാണ്. ഇവിടെ ആരും വരാതെ പോവാറില്ല. അടുത്തത് ഫുഡ് സ്ട്രീറ്റ് ആണ് കേട്ടോ. ഡ്രസ്സ് കഴിഞ്ഞ് ഇനി അടുത്ത ഫുഡ് സ്ട്രീറ്റ് ആണ്. മാംഗോ എന്നതാ. ഞങ്ങൾ ഈ ലേക്ക് കണ്ടുകൊണ്ട് ബാർബിക്യൂ കഴിക്കുകയാണ് കേട്ടോ. അവർക്ക് ഈ ടേസ്റ്റ് ഇഷ്ടമായിരിക്കും. ഇവിടെ കസ്റ്റമർ വരുന്നില്ല അധികം അല്ലേ. ഞങ്ങൾ ബിഗ് ബുദ്ധ പാർക്ക് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അതൊരു കുന്നിന്റെ മേലിലാണ്. വലിയൊരു മലയുടെ മുകളിലേക്കാണ് കയറി പോകുന്നത്. അവിടെ നിന്ന് പട്ടായ സിറ്റിയുടെ ഒരു ഏരിയ മൊത്തത്തിൽ കാണാൻ സാധിക്കുന്ന കാഴ്ചകളും ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഫ്രണ്ട്സ്, നമ്മൾ ബിഗ് ബുദ്ധ പാർക്ക് കാണാൻ വേണ്ടി എത്തിയിരിക്കുവാണ്. ഒരു മലയുടെ മേളിലാണ് ഈ ബിഗ് ബുദ്ധ പാർക്ക് ഉള്ളത്. ബുദ്ധൻ്റെ ഒരു അമ്പലം തന്നെയാണിത്. 84 സ്റ്റെപ്പ് അതിലേക്ക് കയറാനുണ്ട് കേട്ടോ. പക്ഷേ സ്റ്റെപ്പ് ഒരുപാട് എന്താ പറയുക, നല്ല ഉയരത്തിലേക്കുള്ളതല്ല. കുറച്ച് ബുദ്ധിമുട്ടില്ലാതെ കയറാൻ പറ്റുമെന്നാണ് പറയണത്. നമുക്ക് ആ സീനൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതൊന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. ഇതാണ് കേട്ടോ ബിഗ് ബുദ്ധ പാർക്കിൻ്റെ എൻട്രൻസ്. ഇവരുടെ മെയിൻ ഒരു സംഭവം ഈ വ്യാളി, ഈ പാമ്പ് പോലുള്ളൊരു രൂപം. പോകുന്ന വഴിയിലൊക്കെ ഈ പാമ്പ് പോലുള്ള രൂപം ഇങ്ങനെ 2 സൈഡും മതിലായിട്ടുണ്ട് കേട്ടോ. ഇവിടെ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ സ്റ്റെപ്പ് അറിയില്ല കേട്ടോ. നമ്മൾ സാധാരണ നടക്കുന്നത് പോലെ തന്നെയാണ് ഉള്ളത്. സിമ്പിളായിട്ട് കയറി പോകുന്ന പോലെ തന്നെയാണ് ഉള്ളത് കേട്ടോ. ഫ്ലാറ്റായ രീതിയിലാണ് ഈ സ്റ്റെപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ടാവും. ഞാൻ നടക്കുക തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ എന്താ പറയുക, ഹോസ്പിറ്റലുകളിലൊക്കെ ഉണ്ടാവില്ലേ, ഇനി ഇറങ്ങി പോകുന്ന ഒരു സംഭവം അതുപോലെയുള്ള. ബുദ്ധൻ്റെ പ്രതിമ കാണുന്നുണ്ട്. കയറി ചെല്ലുമ്പോൾ തന്നെ ബുദ്ധൻ്റെ പ്രതിമ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. ഇത് സ്വർണ്ണത്തിൽ പണിത കേട്ടോ ഈ പ്രതിമ. തൊട്ട് താഴെ വേറൊരു ബുദ്ധനുണ്ട്. ശ്രീബുദ്ധൻ നമ്മുടെ ഇന്ത്യക്കാരനാണെങ്കിലും തായ്ലൻഡ്, ചൈന, ജപ്പാൻ പോലുള്ള രാജ്യങ്ങളൊക്കെയാണ് ബുദ്ധനെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ കുഞ്ഞു ബുദ്ധന്മാരുണ്ട് കേട്ടോ. ഇവിടെ ഫുള്ള് ഗോൾഡൻ മയ അല്ലേ. പൂജാദ്രവ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
ഒരുപാട് ബുദ്ധന്മാരുണ്ട് ഇവിടെ, പല രൂപത്തിലുള്ളത്. കുഞ്ഞു ബുദ്ധന്മാർ, പിന്നെ പൂജയ്ക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഇവിടെ. പല രൂപത്തിലുള്ള ബുദ്ധന്മാരുണ്ട്. അതുകൂടാതെ കുറച്ച് രാക്ഷസന്മാരുടെ രൂപങ്ങളും ഉണ്ട്. അതെന്തെങ്കിലും ഐതിഹ്യം ഉണ്ടായിരിക്കും കേട്ടോ അതുമായി ബന്ധപ്പെട്ട്. പിന്നെ ഇവിടെ ശയനത്തിലുള്ള ബുദ്ധനാണ് കാണുന്നത്. അവിടെ നിന്നേ ഇടുള്ളൂ, ഇട്ട് ഇട്. സ്റ്റെപ്പ് നിന്ന് ഇട്ട് ചോപ്പാ. അപ്പൊ ഇതാണ് ഒരു ഓവർ വ്യൂ കേട്ടോ. ഒരു മലയുടെ മുകളിലാണ് കേട്ടോ ഇത്. ഒരുപാട് ബുദ്ധാസ് ഉണ്ട് ഇവിടെ. നമ്മൾ കണ്ട ബിഗ് ബുദ്ധയുടെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. ഇത് 5000 കിലോ സ്വർണം പൂശിയതാണ് കേട്ടോ ഈ ബിഗ് ബുദ്ധ. ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റും കൂടിയുണ്ട്. പട്ടായയുടെ സിറ്റി മുഴുവനും അതുപോലെ പട്ടായ ബീച്ചും എല്ലാം കാണാൻ കഴിയും. ഈ ഭാഗത്തും താഴെ റോഡ്, പിന്നെ പട്ടായ സിറ്റി അങ്ങ് ദൂരെ കാണുന്നുണ്ട്. ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ, ഒരു തിരിഞ്ഞിരിക്കുന്നത് പോലുള്ള സംഭവം. അതിൽ കോയിൻസ് വെച്ചാൽ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുമെങ്കിൽ അതിനുശേഷം നമ്മൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അത് നന്നായി നടക്കും എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു വഴിപാട് പോലുള്ളൊരു സംഭവമാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് ബുദ്ധന്മാരുണ്ട് കേട്ടോ ഇവിടെ. എല്ലാം അവരെ പൂജയ്ക്കുള്ള പൂക്കളൊക്കെയാണ് കേട്ടോ. എല്ലാം പ്ലാസ്റ്റിക് പൂക്കളാണ്, നാച്ചുറൽ ഫ്ലവേഴ്സൊന്നുമല്ല. ഷോപ്പുകളാണ് പൂജയ്ക്ക് ആവശ്യമായ പൂക്കൾ വിൽക്കുന്ന ഷോപ്പുകൾ. ഇത് പലതരം ബുദ്ധാസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് സുവനീറായിട്ട് വാങ്ങിയിട്ട് പോകാനുള്ള ബുദ്ധാസാണ്. ബുദ്ധൻ മെഴുകുതിരികളാണ് കേട്ടോ ഇതൊക്കെ. മെഴുകുതിരി കൊളുത്തിയിട്ട് ഇതിൽ മെഴുകുതിരി കൊളുത്തി അങ്ങനെ വെച്ചാൽ ഇതിങ്ങനെ കത്തുകയും ചെയ്യും. ഇവിടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നടക്കുകയും ചെയ്യും. ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ വാക്കിംഗ് സ്ട്രീറ്റിൽ വന്നിരിക്കുവാണ്. അപ്പം ഫുൾ വൈബാണ് ഇവിടെ. രാത്രികൾ പകലാക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെ മുഴുവൻ. വാക്കിംഗ് സ്ട്രീറ്റ് മാത്രമല്ല, പട്ടായ മുഴുവൻ അങ്ങനെ തന്നെയാണ്. അപ്പം ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഫുൾ എല്ലായിടത്തും നോക്കിയാലും ജനങ്ങളുടെ തിരക്കാണ്. പാട്ടും ഡാൻസും ഫുഡും പിന്നെ ബാറും, അങ്ങനെ എല്ലാ രീതിയിലും അടിപൊളിയാണ്. അപ്പോൾ നമ്മളൊന്നും ഇവിടെ ഒന്നും കാണാമെന്ന് കരുതി വന്നിരിക്കുക. ഓക്കെ, എനിക്കൊന്നും പറയാനില്ല. ഇവിടെ ഭയങ്കര ബഹളമാട്ടാ, സൗണ്ട്. ഇതൊക്കെ ഒന്ന് കണ്ടു. ഇവിടുത്തെ ക്ലബ്ബുകളിൽ കയറുന്നത് അത്ര സേഫ് അല്ല കേട്ടോ. എൻട്രി ഫ്രീ ആണെന്നൊക്കെ പറയും, പക്ഷെ അകത്ത് കയറിയാൽ വാട്ടർ ആണെങ്കിലും പെപ്സി ആണെങ്കിലും മറ്റെന്ത് ഫുഡ് ഐറ്റംസ് ആണെങ്കിലും ഭയങ്കര ചാർജ് ആയിരിക്കും കേട്ടോ അവർ ഈടാക്കുന്നത്. അപ്പോൾ ഇന്ത്യക്കാർക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യക്കാരുടെ തന്നേതായ ക്ലബ്ബുകളുണ്ട്, ലീല ക്ലബ്ബ് എന്നൊക്കെ പറയും. അതിലേക്ക് പോകുന്നതാണ് ഏറ്റവും സേഫ്. ഞങ്ങളപ്പം ഇങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് നടന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും സുൽത്താൻ എന്ന പേരിൽ ഒരു ടർക്കിഷ് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കയറിയിട്ട് നമ്മൾ തുർക്കിയുടെ ഷവർമയാണ് കഴിച്ചത്. ഈ രണ്ട് സൈഡിലെയും കാഴ്ചകൾ ഇങ്ങനെ കണ്ടിട്ട് ഞങ്ങൾ ഒരു 2 കിലോമീറ്ററോളം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കേട്ടോ. ഒരുപാട് പേര് ഇങ്ങനെ വെറുതെ ഈ കാഴ്ചകൾ കാണാൻ വേണ്ടി തന്നെയാണ് നടക്കുന്നത്. കൂട്ടത്തിൽ ഏതെങ്കിലും സാധാരണ ഹോട്ടലുകളിലോ റെസ്റ്റോറൻറ്റുകളിലോ കയറിയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കും. അല്ലാതെ ക്ലബ്ബുകളിലൊന്നും അധികം ആരും കയറാൻ നിൽക്കാറില്ല.
ഇങ്ങോട്ട് തിരിഞ്ഞേ, മോള് തിരിഞ്ഞേ. കയ്യിൽ വന്നിട്ട് 7-Eleven ഇപ്പോൾ കയറാതിരിക്കുന്നത് എങ്ങനെ? ഇതാ നമ്മൾ 7-Eleven കയറുകയാണ് കേട്ടോ. ഒരു മാർക്കറ്റാണ്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്ന്. മോന്താ പട്ടായയിൽ റീസണബിൾ റേറ്റിൽ സാധനങ്ങൾ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ ഈ 7-Eleven. എല്ലാവരും ഇവിടെ കയറാറുണ്ട്. ഇതുപോലുള്ള ടുക്ക് വണ്ടി എല്ലായിടത്തും ഉണ്ട്. 10 ബാത്ത് നൽകിയാൽ നമ്മൾ എവിടെ പോവുകയാണെങ്കിലും അത്രയും ദൂരം അവർ കൊണ്ടാക്കും. അങ്ങനെയുള്ള വണ്ടികളിലാണ് ഇവിടെ ടൗണുകളിലെല്ലാം സർവീസ് നടത്തുന്നത്. ടുക്ക് എന്നാണ് ഈ വണ്ടികളുടെ പേര് കേട്ടോ. 10 ബാത്ത് കൊടുത്താൽ എത്ര ദൂരം വേണമെങ്കിലും കൊണ്ടുപോകും കേട്ടോ. ഞങ്ങൾ റിട്ടേൺ പോകാൻ വേണ്ടിയിട്ടേ നോക്കുമ്പോൾ ഈ 300 ബാത്തുനിന്ന് 330 ബാത്തുനിന്ന് ഒരാൾക്ക് പറയുന്നത് 10 ബാത്തിനാണ് സാധാരണ പോവുക. ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് 10 ബാത്തിനായിരുന്നു പെർ പേഴ്സൺ. പക്ഷേ ഇപ്പോൾ 30 ബാത്ത് വേണം ഓരോരുത്തർക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ആളനുസരിച്ചിട്ട് അല്ലെങ്കിൽ ആവശ്യം അനുസരിച്ചിട്ട് ചൂഷണം ചെയ്യുന്ന പരിപാടിയും ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ എന്തായാലും അതിന് കയറാൻ ഉദ്ദേശിച്ചില്ല. അല്ലാത്ത ആളുകളെ കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി വന്നിരിക്കുക. ഞങ്ങളങ്ങനെ കുറച്ച് ദൂരം നടന്നു കേട്ടോ. അപ്പോൾ നമുക്ക് 10 ബാത്തിന് തന്നെ നമ്മുടെ ഡി ബീച്ച് ഹോട്ടലിലേക്ക് പോകാനുള്ള വാഹനം കിട്ടി. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ആളനുസരിച്ച് ചൂഷണം ചെയ്യുകയാണ്. 300 ബാത്ത് 40 ബാത്തിന് പോകേണ്ട സ്ഥലത്താണ് 300 ബാത്ത് വേണം 200 ബാത്ത് വേണം എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പം ഇതാണ് ഇവിടുത്തെ ടൂറിസത്തിൻ്റെ സ്ഥിതി കേട്ടോ.